എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ സൺഡേ ആണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ഞാനെൻ്റെ ജോലികൾ അങ്ങോട്ട് വേഗം തീർത്തിട്ട് 9:30 മാസത്തിന് എനിക്ക് പോകണം. അപ്പോൾ മീനൊന്നും കിട്ടാത്ത സ്ഥിതിക്ക് ഇന്ന് ബീഫ് ഫ്രീസറിൽ ഇരുന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലേക്ക് രാത്രി എടുത്ത് വെച്ചിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചാലും അത് ആ ഐസ് പോലെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു ഒട്ടും തന്നെ മെൽറ്റായിട്ടുണ്ടാകുന്നില്ല, നല്ല കല്ല് പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് പുറത്തേക്ക് വെച്ച് പിന്നെ കാപ്പി ഇട്ട് തുണി കഴുകാനുള്ളതും ഒക്കെ ഇട്ട്. അപ്പോൾ തലേദിവസം പപ്പയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പപ്പ വൈകുന്നേരത്തെ കുർബാനയ്ക്ക് പോകാൻ നിൽക്കരുത്, രാവിലെ തന്നെ കുർബാനയ്ക്ക് പോയിക്കൊള്ളണം. കാരണം ഞങ്ങൾ വൈകുന്നേരം ഒന്ന് പുറത്തേക്കൊന്ന് പോകുന്നുണ്ട്. അപ്പോൾ റോജറിന് നിർബന്ധം പുറത്തേക്ക് സൺഡേ എന്നെ കൊണ്ട് പോകണമെന്ന്. എനിക്കാണെങ്കിൽ ഒട്ടും തന്നെ താല്പര്യമില്ല, ഭയങ്കര മടി ഇറങ്ങാനായിട്ട്. കാരണം എറണാകുളത്തേക്കാണ് വിളിക്കുന്നത്. എറണാകുളത്തേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ രാത്രിയാകും എന്നുള്ളത് എനിക്കറിയാം. അപ്പം നമ്മുടെ റൂബി കുഞ്ഞിനെ ഇട്ടിട്ട് പോകണ്ടേ എന്നുള്ളൊരു വിഷമത്തിൽ ഞാൻ ചെറിയ രീതിയിലൊക്കെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ കൂടുതൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാണ്. കാരണം സാധാരണ ആൺകുട്ടികൾ അവരുടെ ഫ്രണ്ട്സിനെ കൂടിയാണ് സാധാരണ പുറത്തേക്ക് പോവുക. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവർ അമ്മയെയും ഒക്കെ വിളിച്ച് കൊണ്ടുപോവുക, നിർബന്ധമായിട്ട് കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ നമ്മളതിനെ തള്ളിക്കളഞ്ഞാൽ പിന്നീട് അതോർത്ത് സങ്കടപ്പെടേണ്ടി വരും. പ്രത്യേകിച്ച് റോജർ ഇവിടെ നിങ്ങൾ ബാംഗ്ലൂരേക്ക് പോയി കഴിയുമ്പോൾ തന്നെ എനിക്ക് വിഷമമാകും. അയ്യോ അവൻ അന്ന് വിളിച്ചിട്ട് പോയില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി കണക്ക് കൂട്ടി വരാം എന്ന് ഞാൻ സമ്മതിച്ച്. പക്ഷേ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു മടിയാണ് ഇറങ്ങാൻ വേണ്ടിയിട്ട്. എനിക്കാണെങ്കിൽ അങ്ങനെയൊക്കെ ഇറങ്ങി നടക്കാൻ എനിക്ക് പറ്റുമില്ല. എങ്കിലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പപ്പയുടെ അടുത്ത് നേരത്തെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചതുകൊണ്ട് പപ്പ രാവിലെ പള്ളിയിൽ പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ എഴുന്നേറ്റ് 6:30 കുർബാനക്കാണ് പപ്പ പോയത് കേട്ടോ. അങ്ങനെ 6:45 കുർബാനക്ക്. അപ്പോൾ അങ്ങനെ പപ്പ പോയി. ഞാനപ്പോൾ എല്ലാ ജോലികളും തീർക്കണേണ്, അടിക്കലും തുടക്കലും. പിന്നെ ഉച്ചക്ക് ഏതായാലും ബീഫ് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ബീഫ് കറി കഴിച്ച് തീർത്തതല്ലേ ഉള്ളൂ. ബിരിയാണി ഉണ്ടാക്കിയാൽ അത് രാത്രി വരെ കാണും. അല്ലെങ്കിൽ ചിലപ്പോൾ കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുവിധം പെട്ടെന്ന് തന്നെയൊക്കെ തീർന്നൊക്കെ പോകും. അപ്പോൾ ആ സമയത്ത് റിച്ചാർഡ് വിളിച്ചതാണ്. പിന്നെ അവൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ബാക്കി വോയിസ് ഓവർ കൊടുക്കാനിരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ആ ബീഫ് കറിയുടെ കൂട്ടത്തിൽ സൈഡ് കറിയും വേറെ പലതും വെക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നു ബിരിയാണിയിൽ ഒതുക്കിയിട്ട് പോകാം. അപ്പോൾ ഞാൻ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് സവാളയെല്ലാം ക്ലീൻ ചെയ്ത് അരിഞ്ഞ് വറുത്ത് അത് വെച്ചിട്ടുണ്ട്. മല്ലിയിലയും കട്ട് ചെയ്ത് സാലഡിനുള്ളത് കട്ട് ചെയ്ത് അങ്ങനെ ഒരുവിധം കാര്യങ്ങൾ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അത് ചതച്ച് വെച്ച്. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്തെടുത്തത് ഇപ്പോഴാണല്ലോ. അപ്പോൾ അത്രയും കൂടി നേരം വേണ്ടി വന്നു. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് പപ്പയ്ക്ക് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് പിന്നെ വരുമ്പോൾ മസാല ദോശ മേടിച്ച് കൊണ്ടുവന്ന് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു മുട്ട മാത്രമേ എടുത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ 2 മുട്ടയാണ് ബുൾസയായിട്ട് ആക്കണത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു തൽക്കാലം ആശ്വാസമാകട്ടെ, അത് കഴിഞ്ഞിട്ട് പിന്നെ മസാല ദോശ കൊണ്ടുവന്ന് കൊടുക്കാം എന്നും വിചാരിച്ച്. സാധാരണ പപ്പ ഞായറാഴ്ച ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കഴിക്കാറ്. കാരണം ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ ഒത്തിരി നേരമാകുമല്ല. അപ്പോൾ അതുകൊണ്ട് പപ്പക്കുള്ളത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതേ 9:30 കുർബാനക്കാണ് ഞാനും റോജറും കൂടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സില്ലേ, ഇത് മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ സ്ലീവിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലായത്. മോൾ വശത്ത് സാധാരണ സ്ലീവ് പോലെ തയ്ച്ചിട്ട് പിന്നെ താഴെ ഒരു പീസ് വേറേതാണ് ഈ പ്ലീറ്റ്സ് ഇട്ടിട്ടാണ് ഇട്ടേക്കണത്. അപ്പോൾ എന്തോ എനിക്കത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അത്ര വലിയൊരു തോന്നില്ല. പക്ഷേ ആ ഡ്രസ്സ് ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു കോമ്പിനേഷൻ, നല്ലൊരു കളറും ഒരു തുണിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ തിരിച്ച് കൊടുത്തില്ലായിരുന്നു. എങ്കിലും എനിക്കിത്തിരി വണ്ണമുള്ള പോലെ തോന്നും അതിട്ട് കഴിഞ്ഞപ്പോൾ. അങ്ങനെ കൈ ഇങ്ങനെ വീർത്തിരിക്കണമുണ്ട്. എങ്കിലും അത് ഇട്ട് വലിയ തൃപ്തിയായില്ല. എങ്കിലും പിന്നെ മസാല ദോശയൊക്കെ പള്ളി കണ്ടു കഴിഞ്ഞാൽ പിന്നെ മസാല ദോശ കഴിക്കണ, പള്ളിയിൽ പോയി മസാല ദോശ കഴിച്ച പോലെയും തോന്നണല്ലേ കാണുമ്പോൾ. കാരണം പള്ളിയിലേക്ക് നേടി പിന്നെ അങ്ങനെ നമ്മൾ വീഡിയോ ഒന്നും എടുക്കില്ലല്ലോ. അപ്പോൾ മസാല ദോശ കഴിച്ച് 2 മസാല ദോശ നമ്മൾ പാഴ്സലാക്കി. പിന്നെ റോജർ എന്നെ മട്ടഞ്ചേരി മൊത്തത്തിൽ കറക്കിയിട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ. ജ്യൂസ് സ്ട്രീറ്റും എല്ലാം കറക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ റൂബിനെ കയറ്റിയിട്ട് ഫോർട്ട് കൊച്ചിയിലേക്കാണ് കറങ്ങാൻ പോണത്. റൂബിനെ ഒരു സന്തോഷം റൂബിക്ക്. അപ്പോൾ അങ്ങനെ അവൾ വന്ന് കയറി. അപ്പോൾ അതേ മസാല ദോശ ഞാൻ പപ്പയുടെ അടുത്ത് കൊടുത്തത് കഴിക്കണേ. രണ്ട് പേർക്കും ഉണ്ട്. റയൻ വന്നിട്ടില്ലല്ലോ ഞങ്ങളെ കൂടി. അപ്പോൾ റയനും ഉണ്ട് പപ്പക്കും ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോണേ. അങ്ങനെ ഞങ്ങൾ റൂബിനെയും കൊണ്ട് കറങ്ങി
ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും റയൻ അവിടെ ഇരുന്നിട്ട് മസാല ദോശ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എടാ പപ്പ കഴിച്ചാൽ പറഞ്ഞ് പപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എടാ 2 ഉണ്ടായിരുന്നല്ല, പപ്പയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടാണല്ലോ കൊടുത്തത്. അപ്പോൾ പപ്പ അപ്പം തന്നെ പറഞ്ഞു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചല്ല, ഇനി എനിക്ക് എന്തിനാണെന്ന് ചോദിച്ചെങ്കിലും ഞാൻ പറഞ്ഞ് അത് കഴിക്കുമെന്ന് പറഞ്ഞെങ്കിലും പപ്പ അത് മൊത്തത്തിൽ അവനും കൂടെ കൊടുത്ത് അവൻ തന്നെ അത് കഴിച്ചിട്ടാ, പപ്പ കഴിച്ചില്ലായിരുന്നു. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു അന്നേ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, അവൻ 2 കഴിച്ച് തീർന്ന് ഞങ്ങൾ വന്നപ്പോൾ. അപ്പോൾ അവൻ പറഞ്ഞ് എന്താണ് ഇത് 2 ഞാൻ വിചാരിച്ച്, പിന്നെ 2 ആയിരിക്കും വിചാരിച്ച് കഴിച്ച് ഒരു കണക്കിന് അവനും വേണ്ടാതെ കഴിച്ചത് എങ്കിലും കഴിച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് കംപ്ലീറ്റ് കഴിച്ച് തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പപ്പ കഴിച്ചില്ല. പിന്നെ അത് നമ്മുടെ മെട്രോൻ്റെ ഇതിൽ കൂടിയൊക്കെ ഫോർട്ട് കൊച്ചി കൂടി എല്ലാം കറങ്ങി തിരിഞ്ഞ് പോയിട്ട്. അപ്പോൾ ഈ ഒരു മഞ്ഞ കളറിലെ ബിൽഡിങ്ങിൽ ഒരുപാട് ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ ചെയ്ത് തുറക്കണില്ലേ, നല്ല ഭംഗിയാണ്. അത് ഡെക്കറേഷൻ ഇല്ലെങ്കിലും ആ ബിൽഡിംഗ് കാണാൻ നല്ല ഭംഗിയാണ്. ഹോട്ടലുകളും എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ്. അതിൻ്റെ അകത്തളങ്ങളൊക്കെ അടിപൊളിയാണ് കാണാനായിട്ട്. പിന്നെ അത് ബീച്ചിലൊക്കെ വന്ന് അത് കഴിഞ്ഞ് വീട്ടിലെത്തി ഉടുപ്പും മാറി നമ്മളുടെ അടുത്ത പണിയിലേക്ക് കടന്ന് 11:56 കണ്ട്. ഇത്രയും നേരവും കറങ്ങി തിരിഞ്ഞൊക്കെ എത്തുമ്പോൾ അങ്ങനെ റൂബി കറക്കമൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് വന്ന് അവിടെ കിടക്കണേ. ഇനിയിപ്പോൾ ഇത് മസാല ദോശ കഴിച്ചതൊക്കെ ബാക്കി ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ സാമ്പാർ ചമ്മന്തിയൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത് അതിൻ്റെ പേപ്പറൊക്കെ അവനൊരു കവറിലാക്കി അങ്ങനെ വെച്ചേക്കണേ. അപ്പോൾ 2 മസാല ദോശക്ക് 2 ചമ്മന്തി ഒരുപാടുണ്ട്. അതുകൊണ്ട് അതിൽ വളരെ കുറച്ച് അവനെടുത്തിട്ടുള്ളതൊക്കെ കളയണം, പെട്ടെന്ന് തന്നെ കേടായിപ്പോവും. അപ്പോൾ ഇനി അടുത്ത പണിയിലേക്ക് ഞാൻ കടന്ന് ഇതിൻ്റെ തണുപ്പൊക്കെ പോയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് നെയ്യുള്ള ഇറച്ചി ആയതുകൊണ്ട് തന്നെ കുറച്ച് നെയ്യെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ബിരിയാണിക്ക് നമുക്ക് നെയ്യുള്ള ഇറച്ചി തന്നെയാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇത്രയും നെയ്യ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഒരുപാട് നെയ്യ് കളയണ്ട. അപ്പോൾ ഇപ്പോൾ ഈ മുട്ട ബോയിൽ ചെയ്യണ സാധനം വന്നതോടുകൂടി ഇത് റയൻ്റെ ഉത്തരവാദിത്വമായി മാറിയിട്ടുണ്ട്. അല്ലെങ്കിലും അതെ, നമ്മളുടെ വീട്ടിൽ കല്ലിൽ അലക്കിക്കൊണ്ടിരിക്കുന്ന വീട്ടിൽ മെഷീൻ മേടിച്ച് ചെയ്യുമ്പോൾ അത് ഭർത്താവിൻ്റെ കൈ കൊടുക്കും, ഒന്ന് തുണി ഇട്ടേക്കണം കേട്ടോ. അല്ലേ, മിക്കവാറും അങ്ങനെ കേൾക്കാറുണ്ട് ഓരോ സ്ഥലങ്ങളിൽ തുണി ഇട്ടേക്കണം. പിന്നെ അലക്ക് ചുമതല അത് ഭർത്താവിന് ആയിരിക്കും. അങ്ങനെയൊക്കെ ഓരോരുത്തർ പറഞ്ഞൊക്കെ. ഏതായാലും ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല, എങ്കിലും പല സ്ഥലങ്ങളിൽ അങ്ങനെ പറഞ്ഞ കേൾക്കാം. ഇപ്പം അവൾക്കത് മേടിച്ച് കൊടുത്തപ്പോഴത്തേക്ക് ഇത് മൊത്തം എൻ്റെ പെടലിക്കിരിക്കണമെന്നുള്ളത് ഉത്തരവാദിത്വം ആയി എന്നൊക്കെ പറയണ കേൾക്കാം പലരും. മിക്സിയൊക്കെ പണ്ട് മേടിക്കുമ്പോൾ അയ്യോ ആ മിക്സിയിൽ ഇത് അരക്കാനുണ്ട്, ഒന്ന് അരച്ച് തരുമോ, ഇങ്ങനെയൊക്കെ. അപ്പോൾ നേരത്തെ കല്ലിൽ അരച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ തന്നെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഞാൻ മിക്സി മേടിച്ച് കൊടുത്തപ്പോൾ അതിപ്പം ഞാനാ ചെയ്യണം. അങ്ങനെ ഒരുപാട് ഭർത്താക്കന്മാർ പണ്ട് കേട്ടാ ഇതൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയ കാലഘട്ടത്തിലൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. എനിക്കത് ചിരി വരും ഓർക്കുമ്പോൾ. അവർ പൈസ കൊടുത്ത് ഭാര്യമാരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ അത് അവർക്ക് തന്നെ വിനയായിട്ട് വരുന്നത്. അത് സന്തോഷത്തോടു കൂടി ആയിരിക്കും അവർ ചെയ്യണത്. കാരണം ഇത് കേടായി പോകരുതല്ല, അറിയില്ലാത്ത കാര്യം ചെയ്ത് അത് കേടാക്കി കളയലും നല്ലത് നമ്മൾ ചെയ്യുന്നതാണല്ല എന്നൊക്കെ. അപ്പോൾ അതുപോലെ ഇപ്പം റയൻ്റെ കയ്യിലാണ് ഞാനത് കൊടുക്കുന്നത്. എനിക്ക് മടിയാണ് സത്യത്തിൽ, അവനിഷ്ടമാണത് ചെയ്യണത്. അപ്പോൾ അത് അവൻ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് മുട്ട പുഴുങ്ങാനായിട്ട് കൊടുത്തിട്ട് അപ്പോൾ അതിൽ ഹോളൊക്കെ ഇട്ടിട്ട് വേണമല്ലോ വെക്കാൻ. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾക്കത് സോഫ്റ്റായിട്ട് പുഴുങ്ങിയെടുക്കാം. മുട്ട ഹാർഡായിട്ട് പുഴുങ്ങണ ഓപ്ഷനും ഉണ്ട്. പക്ഷേ എനിക്കെപ്പോഴും സോഫ്റ്റായിട്ട് പഞ്ഞി പോലെ ഇരിക്കണം പുഴുങ്ങിയെടുക്കുമ്പോൾ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, അതാണ് ടേസ്റ്റായിട്ടും തോന്നിയേക്കണത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം. പിന്നെ തൊലി പൊളിക്കാനും വളരെ എളുപ്പമാണ്. വെള്ളത്തിലേക്കൊന്നും എടുത്തിട്ടുണ്ട്, അതിനകത്ത് തന്നെ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുത്ത് തൊലി പൊളിക്കാം. നല്ല നീറ്റായിട്ട് തൊലി പൊളിഞ്ഞു പോരും. മുട്ടയാണെന്നുണ്ടെങ്കിൽ അധികം വേകാതിരിക്കുകയും ചെയ്യും. വേകണമെന്നുണ്ടെങ്കിൽ ഹാർഡിലിട്ടിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു ഇത്തിരി കൂടി വെള്ളം അളവ് പറഞ്ഞനുസരിച്ചിട്ട് അത് ഇട്ടാൽ മതി. അപ്പോൾ അങ്ങനെ അതൊക്കെ അവൻ ചെയ്ത് പിന്നെ ഞാൻ വന്ന് ബീഫൊക്കെ വേവിച്ച്, ബീഫ് വേവിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇത് ഗരം മസാല പൊടിയായിട്ട് പിന്നെ ഉപ്പും ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചി ചതച്ച കൂട്ടത്തിൽ നിന്ന് അത് കുറച്ച് ഇത്തിരി മല്ലിയില ഇട്ടിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്ത് വറുത്ത സവാള മൊത്തത്തിൽ കോരി മാറ്റിയിട്ട് അതിൻ്റെ അകത്തേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് ഒന്ന് മൂപ്പിച്ച് തക്കാളിയും കൂടി ഇട്ട് മൂപ്പിച്ചതിന് ശേഷമാണ് മസാലപ്പൊടി ഇത്തിരി ആവശ്യത്തിന് വീണ്ടും കുറച്ചും കൂടി ഇട്ട് കൊടുക്കും. വേവിക്കണതിൽ ഇറച്ചി വേവിക്കണതിലും ഇടുന്നുണ്ട്, ഇതിൽ ഈ വഴറ്റുന്നതിലും മസാലപ്പൊടി ഇത്തിരി ഇട്ട് കൊടുക്കും. ഗരം മസാല പിന്നെ മീറ്റ് മസാലയിൽ അതുണ്ടെങ്കിൽ അതൊരു സ്പൂൺ ഇട്ട് കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ മീറ്റ് മസാല ഇല്ലാത്തതുകൊണ്ട് ഞാൻ
ഒരു ഇത്തിരി മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടിയൊക്കെ വളരെ കുറച്ചെടുത്തിട്ട് 1 ടേബിൾ സ്പൂണോളം ആക്കി എടുത്തിട്ടാണ് ഇട്ടത്. മീറ്റ് മസാല ഉണ്ടെങ്കിൽ അതൊരു ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. പിന്നെ നമ്മൾ പൊടിച്ച ഗരം മസാലയും കൂടി കുറച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതെല്ലാം ഇട്ട് വേവിച്ച ബീഫൊക്കെ ഇട്ട് തൈരും എല്ലാം ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കി മല്ലിയിലയൊക്കെ കുറച്ചധികം ഇട്ട് എല്ലാം കഴിഞ്ഞത് കുറച്ച് നേരം അവിടെ കിടന്ന് ഇറച്ചി ഒന്നുകൂടി എല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് നമ്മൾ ഈ റൈസ് വേവിച്ചത് സെപ്പറേറ്റ്. ഇന്നിപ്പം ഞാൻ റൈസിൻ്റെ അകത്ത് ഒരു മസാലകളും ഇട്ടില്ല കേട്ടോ. ഈ മസാല കടിക്കുന്നത് ഇവർക്ക് ഒട്ടും തന്നെ ഇപ്പോൾ ഇഷ്ടമല്ല. അപ്പോൾ മസാല ഇങ്ങനെ കടിക്കാതെ ഇരിക്കാൻ മുഴുവൻ മസാല ഒരു നെറ്റിൻ്റെ ഇതിലിടൂലേ, അത് മേടിക്കണമെന്ന് വിചാരിക്കും. പക്ഷേ മേടിച്ചിട്ടില്ല ഇന്നുവരെ. അത് മേടിക്കണമെന്ന് ഞാൻ വിചാരിക്കും. ഇവർക്ക് ഇതിങ്ങനെ കടിക്കണത് ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ ആ ടേസ്റ്റും കിട്ടും. അത് ആ നെറ്റിൻ്റെത് എടുത്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ വെള്ളത്തിലൊരു മസാല ഉണ്ടാവില്ല, അന്നേരം രുചിയും കിട്ടും. അങ്ങനെ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചതിൽ ഗരം മസാലപ്പൊടി ഇതിൻ്റെ മീതയിൽ തൂവാന്ന് വിചാരിച്ചു. പക്ഷെ അതും തൂകാൻ മറന്നുപോയി. അങ്ങനെ തൂവില്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. നല്ല ബിരിയാണി തന്നെ ആയിരുന്നു. എപ്പോഴും ബിരിയാണി കഴിക്കുമ്പോൾ അതിനിങ്ങനെ പറയും, മമ്മി എന്ത് ടേസ്റ്റാണ് ബിരിയാണി, പുറത്തുനിന്ന് എത്ര രൂപ കൊടുത്ത് മേടിച്ച ബിരിയാണിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് റയൻ എപ്പോഴും കഴിക്കുള്ളട്ടെ. ഞാൻ എപ്പോഴും പറയല്ലേ, എനിക്ക് എൻ്റെ ബിരിയാണിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അങ്ങനെ ബിരിയാണി സെറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പപ്പക്ക് കശുവണ്ടി മുന്തിരിയുടെ അത് പറ്റൂലല്ലോ. അതാണ് പപ്പക്ക് കൂടുതൽ വേണ്ട. അത് കുറച്ചധികം വറുത്തോടെ വെക്കണം. അത് പപ്പയാണ് വാരി കഴിക്കണത് കേട്ടോ. പപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ്. പപ്പ പണ്ടും അതെ, പപ്പ കപ്പലിൽ നിന്നൊക്കെ വരുമ്പോൾ ഒരുപാട് കൊണ്ടുവരും നട്ട്സ്, പല ടൈപ്പ് നട്ട്സുകളും അത് മിക്സ് ചെയ്തതും അങ്ങനെ എല്ലാം കൊണ്ടുവരും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അന്നൊക്കെ പപ്പ ഒട്ടും തന്നെ കഴിക്കൂല. എല്ലാം നമ്മളെ കൊണ്ട് കഴിപ്പിക്കുകയുള്ളൂ. കുറേ മിഠായി കൊണ്ടുവരും. മിഠായി എന്ന് പറഞ്ഞത് ഭയങ്കര ഹൈ ക്വാളിറ്റി മിഠായികൾ മാത്രമേ പപ്പ മേടിക്കുള്ളൂ. ഭയങ്കര ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരുപാട് കൊണ്ടുവരും. എന്നിട്ട് അത് പിള്ളേരുടെ ടീച്ചേഴ്സിനും കസിൻസ് എല്ലാവർക്കും കൊടുക്കും കേട്ടോ. കൊടുത്ത് പിന്നെ കുറേ അധികം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറേ അധികം നാൾ കഴിക്കാനുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരുപാട് കൊണ്ടുവരും പപ്പ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അത് കൊണ്ട് അന്നൊക്കെ പപ്പ കഴിക്കൂലായിരുന്നു കേട്ടോ. ഞങ്ങളെ കൊണ്ട് കഴിപ്പിക്കാനേ നോക്കുള്ളൂ. പക്ഷേ ഇപ്പോൾ പപ്പക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പം ഞാനതിങ്ങനെ വറുത്തിട്ട് കൊടുക്കും. അപ്പോൾ അത് പെറുക്കി കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം മേടിച്ചതാണ് കേട്ടോ കശുവണ്ടി മുന്തിരി. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് മാത്രമാണ് ബിരിയാണി എന്നുണ്ടെങ്കിൽ ഞങ്ങളിതൊന്നും ഇടൊന്നുമില്ല. പപ്പയ്ക്ക് വേണ്ടി മാത്രം ഇതിങ്ങനെ മേടിക്കണതാണ്. അപ്പോൾ ബ്രോക്കൺ കശുവണ്ടിയാണ് മേടിച്ചത്. ആ ഒരു പാക്കറ്റിന് 111 രൂപയാണ്. അപ്പോൾ നമ്മൾ ഓരോ സാധനം മേടിക്കുമ്പോഴും നമ്മളുടെ പാനൽ സ്മാർട്ട് ആപ്പിലേക്ക് കയറ്റി കൊടുക്കണം. അതൊരു മെനക്കെട്ട പണിയാണ്. സംഗതി 400 രൂപ കിട്ടും. 400 രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് ചെയ്യണ കൂപ്പണായിട്ടേ കിട്ടുള്ളൂ കേട്ടോ. രൂപയായിട്ടല്ല പറഞ്ഞത്, പർച്ചേസ് ചെയ്യാനുള്ള ആ ഒരു കൂപ്പൺ. അത് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പം നമ്മളത് ചൂസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിലേക്കുള്ള കൂപ്പൺ നമുക്ക് കിട്ടും. ഇപ്പം ഞാൻ ഫ്ലിപ്കാർട്ടിലേക്കുള്ള കൂപ്പണാണ് സാധാരണ ഇപ്പോൾ എടുക്കുന്നത്. കാരണം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരുപാട് പർച്ചേസ് ചെയ്യുമല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ 400 രൂപയുടെ കൂപ്പൺ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്രയും പൈസയുടെ സാധനം മേടിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ വില കൂടിയ സാധനം മേടിക്കണമെന്നുണ്ടെങ്കിൽ ഈ 400 രൂപയുടെ കൂപ്പണും കൂടി ചേർക്കുമ്പോൾ അത്രയും കുറഞ്ഞ് കിട്ടും. അങ്ങനെ അപ്പോൾ അതാണ് ഈ ചെയ്യണത്. ഞാൻ ഇന്നിപ്പോൾ കുറച്ച് സാധനമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ചെയ്യണേണ്. ഒരു മെനക്കെട്ട പണിയാണ് കേട്ടോ. കുറേ പണിയുണ്ട് ഇത് ചെയ്യുമ്പോഴത്തേക്കും. അത് മൊത്തത്തിൽ വായിച്ച് നോക്കി അതെല്ലാം ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്നൊക്കെ ഉള്ളതൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം. അതിൻ്റെ ബാർകോഡ് സ്കാൻ ചെയ്യണം. അതിൻ്റെ വില കൊടുത്തിരിക്കുന്ന ആ ഒരു സ്ഥലം ഫോട്ടോ എടുക്കണം. പിന്നെ ഓരോന്ന് നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുമ്പോഴും ഏറ്റവും അറ്റം മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. അതെനിക്കൊരു മടിയാണ്. ഏറ്റവും അറ്റത്ത് പോയി വീണ്ടും തുടങ്ങി വന്ന് തീർന്നിട്ട് വീണ്ടും ഫസ്റ്റ് തുടങ്ങിയ സ്ഥലത്തേക്ക് വന്നിട്ടാണ് അടുത്തൊരു പ്രൊഡക്റ്റ്. അപ്പോൾ കുറേ പ്രൊഡക്റ്റൊക്കെ ഉള്ളപ്പോൾ ഞാൻ റയൻ്റെ അടുത്ത് കൊടുക്കും. എനിക്ക് നേരമില്ല, നീ ഒന്ന് ചെയ്യണേ എന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. നമ്മൾ മട്ടാഞ്ചേരിയിൽ നിന്ന് മേടിച്ചതും ബ്ലിങ്കിറ്റിൽ നിന്ന് മേടിച്ചതും എല്ലാം കൂടി റയനാണ് എല്ലാം അടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ബിരിയാണി എടുക്കാനുള്ള സമയം, കാരണം ഞങ്ങൾക്ക് പോകണം. അപ്പോൾ റോജർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 മണിയാകുമ്പോൾ പോകട്ടെ മമ്മി, എന്നാലേ എന്തെങ്കിലുമൊക്കെ ഇത്തിരി സമയം കിട്ടുള്ളൂ. അപ്പോൾ എന്നെ ഇവർ കൊണ്ടുപോകുന്നത് എനിക്ക് നടക്കാനുള്ള ഷൂസ് മേടിക്കാനാണ്. എനിക്ക് വേണ്ടാന്ന് 100 ആവർത്തി ഞാൻ പറഞ്ഞു. കാരണം എൻ്റെ നടപ്പൊക്കെ കുറുപ്പിൻ്റെ ഉറപ്പാണ്. നടന്ന് ഇല്ലെങ്കിൽ ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം തൽക്കാലം ആ ഷൂസ് മതി. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മേടിച്ചോളാം, എനിക്ക് മേടിക്കാൻ അറിയാം, ഞാൻ മേടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടും പറ്റൂല. ഡീക്കാത്തലോണിൽ പോയിട്ട് തന്നെ ഷൂസ് മേടിക്കണമെന്ന് നിർബന്ധം. അങ്ങനെയാണ് എന്നെ വിളിച്ചിട്ട് പോണത് കേട്ടോ. അപ്പോൾ
ഡിക്കാത്തലോൺ എന്ന് പറഞ്ഞിട്ടാണ് പോക്ക് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും പോകുന്നതിന് മുമ്പായിട്ട് പെട്ടെന്ന് അഭിപ്രായം മാറി. ഇത് ഫോറം മോളിൽ മമ്മി പോയിട്ടില്ല, അപ്പോൾ ആദ്യം നമുക്ക് ഫോറം മോളിൽ പോകാം, അത് കഴിഞ്ഞ് ഡിക്കാത്തലോണിൽ പോകാമെന്ന് പറഞ്ഞു. അന്നേ ഓക്കെ, ഇവർ വിളിക്കുമ്പോൾ പോയില്ലെങ്കിൽ പിന്നീട് അത് എനിക്കൊരു സങ്കടത്തിനിടയാകും, അയ്യോ പിള്ളേർ വിളിച്ചിട്ട് പോയില്ല, അതുകൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞ്. ദേകാശുവണ്ടിയൊക്കെ വറുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ബീഫ് ബിരിയാണി ചെയ്തുകൊണ്ട് ഞങ്ങൾ 4 ആളും കഴിക്കും. റിച്ചാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പരിപാടി നടക്കില്ല, റിച്ചാർഡിന് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം. ഇപ്പം ഞങ്ങൾ 4 പേര് ഒരുപോലെ തന്നെ കഴിക്കണോണ്ട് ആ ഒരു എക്സ്ട്രാ പണി എനിക്ക് വന്നില്ല. പിന്നെ റിച്ചാർഡ് മേടിച്ച് കഴിച്ചോളും, എങ്കിൽ തന്നെയും എനിക്ക് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഒരു സങ്കടമാണ്. അങ്ങനെ ഞാൻ എന്താ പറഞ്ഞത്, മനസ്സില്ലാ മനസ്സോടെ പോകുന്നതാണ് ഈ കാണുന്നത്. അപ്പം ഞാൻ ഈ ഇട്ട ഡ്രസ്സ് അവർക്കൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. എങ്കിലും എനിക്കൊരു പോകാനായിട്ടൊരു മനസ്സില്ലാത്തതുകൊണ്ട് അവൻ ഇതൊക്കെ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇവർക്ക് എപ്പോഴും ഞാൻ വേറെ ഏതെങ്കിലും ഡ്രസ്സുകൾ ഇടുന്നതാണ് ഇഷ്ടം. ഈ കുർത്തി ചുടിദാറൊക്കെ ഇട്ടിട്ട് പോണത് ഒട്ടും ഇഷ്ടമല്ല, ഇവരെ കൂടി പോണത് ഒട്ടും ഇഷ്ടമല്ല. എങ്കിലും എൻ്റെ ഒരു മനസ്സില്ലാ മനസ്സോടെ പോകുന്ന പോക്കുകൊണ്ട് ഞാൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല. അവിടെ കയ്യിൽ കിട്ടിയ ഒരു ഉടുപ്പൊക്കെ കണ്ട് എടുത്തിട്ടിട്ട് അങ്ങോട്ട് പോകുന്നു. എങ്കിലും പിന്നെ അവർ വേറൊന്നും പറഞ്ഞില്ല. ഇനി ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ വന്നില്ല എന്നെങ്ങാനും പറഞ്ഞാലാന്ന് വെച്ചിട്ട് ആരും 2 ആളും കൂടുതലൊന്നും പറഞ്ഞില്ല. ഇതാണാ ഇടണത് എന്നിങ്ങനെ ഒന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ മതി തൽക്കാലം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോണേ കേട്ടോ. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഞാൻ ഫ്രോക്ക്, അങ്ങനെ ജീൻസും ഇത് ഒരു കുർത്തി അങ്ങനെയൊക്കെ ഇടുന്നതൊക്കെ അങ്ങനെയൊക്കെ ഇടുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇന്ന് ഇത് മതി എന്ന് പറഞ്ഞിട്ട് പോണേ. അങ്ങനെ പോയി. ആദ്യം ഫോറം മോള് ഇത് പകൽ സമയത്ത് ഇതുപോലെ ഇങ്ങനെ രാത്രി അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ലൈറ്റുകൾ വരുമ്പോൾ അത് വേറൊരു ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ ഫോറം മോളിലെത്തി. ഇവിടുത്തെ പാർക്കിങ് അതിഭീകരമായിട്ടാണ് എനിക്ക് തോന്നിയത്. എത്രയോ 7ാം നിലയുടെ മുകളിലാണ് എന്തോ ആണ് പാർക്ക് ചെയ്യേണ്ടത്. അതിങ്ങനെ കറങ്ങി അതായത് നമ്മൾ ചുരം കയറൂലേ, മറ്റേ ഇടുക്കിയിലേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചുറ്റിയല്ലേ പോവുക ഹൈ റേഞ്ച് സ്ഥലങ്ങളിൽ, അത് പറഞ്ഞ പോലെയാണ് ഇതിൻ്റെ പാർക്കിങ്. കാറിനകത്തിരിക്കുന്ന നമുക്ക് കണ്ണടച്ച് പിടിച്ചിരിക്കേണ്ട അവസ്ഥയാണ്. തല കറങ്ങാൻ തുടങ്ങി. പല പ്രാവശ്യം ചുറ്റിക്കറങ്ങി ഏറ്റവും മുകളിലാണ് നമുക്ക് പാർക്കിങ് കിട്ടിയേക്കുന്നത്. അപ്പോൾ റോജർ ഇവിടെ മിക്കവാറുമൊക്കെ പറഞ്ഞുകൊണ്ട് റോജറിന് അറിയാം ഇവിടെ ഇങ്ങനെയാണ്. അപ്പോൾ കയറിയപ്പോൾ തന്നെ റോജർ പറഞ്ഞ് തല കറങ്ങാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കണ്ണും അടച്ചു പിടിച്ചോ നിങ്ങൾ, ഡ്രൈവ് ചെയ്യുന്ന ആൾ തലകറങ്ങി തന്നെയാണ് പോകുന്നതെന്ന് അവൻ പറഞ്ഞു. അത്രയും ചുറ്റി വേണം മുകളിൽ കയറാനായിട്ട്. മുകളിൽ പാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞ് താഴേക്കുള്ള വ്യൂ ആണ് കണ്ടത്. അത്രയും മുകളിലാണ് നമ്മൾ പാർക്ക് ചെയ്തേക്കുന്നത്. നമ്മളെപ്പോലെ 100 കണക്കിന് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മളുടെ നാട്ടിലുള്ള ഫോറം മോളിൽ ഇതുവരെ പോയിട്ടില്ല. മിക്കവാറും പോകാമെന്ന് പറഞ്ഞ് പറയുമെങ്കിലും ഞാനാണ് പോകാത്തത്. നമ്മളുടെ റൂബി എന്ന് പറഞ്ഞാലേ നമ്മൾ ഇരിക്കണത്. എറണാകുളത്തേക്ക് പോകണമെന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. പോയാലൊരു ദിവസം പോയതാണ്. അങ്ങനെ ഏതായാലും നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ഇനിയിപ്പോൾ അകത്തേക്ക് കയറണേണ്. അകത്തേക്ക് കയറിയപ്പോൾ എനിക്ക് ലുലു മോളിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു ഫോറം മോളാണ്. അപ്പം ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ പണ്ട് ഫോറം മോളിൽ ഞങ്ങളെല്ലാവരും കൂടി പോയിട്ടുണ്ട്. ഞാൻ ആ കഥ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഫോറം മോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു മോളായിരുന്നു കേട്ടോ. ഇപ്പം അതൊക്കെ മാറ്റി വേറെ ഏതൊക്കെയായി എന്ന് പറയുന്നുണ്ടായിരുന്നു, മടിവാളയിൽ. അപ്പം അങ്ങനെ ഫോറം മോളിൽ അവിടെ വെച്ച് നമ്മുടെ റയൻ കൊച്ചിനെ കാണാതെ പോയി. റയൻ കൊച്ചിനന്ന് 5 വയസ്സെന്തോ പ്രായമാണ്. അന്ന് റയൻ കൊച്ച് നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു സമയം ആ ഫോറം മോളിൽ ഇന്നിവിടെ വന്നപ്പോഴും ഞാനത് ഓർത്ത്. അങ്ങനെ നമ്മളാകെ ആരും ശ്രദ്ധിക്കുന്നില്ല കുഞ്ഞിനെ. കാരണം കുഞ്ഞ് പോകുന്നത് അവൻ്റേതായ ആ ഒരു ഇഷ്ടമനുസരിച്ചിട്ടുള്ള ഒരു സെക്ഷനിലേക്ക് അവൻ പോയി അത് നോക്കി നിൽക്കണം. പപ്പയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ പപ്പ ചാവും. അതിൻ്റെ ആ ഒരു സെക്ഷനിലേക്ക് പോയിട്ട് പപ്പ അവിടെ നോക്കുന്നത്. ഞാൻ ഡ്രസ്സിൻ്റെ ഭ്രാന്തിയാണ്. ഞാൻ ഡ്രസ്സിൻ്റെ അവിടെ പോയി അത് നോക്കുന്നു. റിച്ചാർഡും പപ്പയും കൂടിയാണ് ഇലക്ട്രോണിക്സ്. 2 ആൾക്കും ഒരേ സ്വഭാവമാണ്. അപ്പോൾ അവർ 2 പേരും അവിടെ. റോജർ എവിടെയൊക്കെയാണെന്ന് എനിക്കറിയില്ല. റോജറും എന്തൊക്കെയോ നോക്കിയാണെങ്കിൽ ഈ കൂട്ടത്തിൽ റയനാണ് മിസ്സായിപ്പോയത്. പിന്നെ നമ്മൾ അറിയുന്നേ ഇല്ല റയൻ മിസ്സായതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മളിങ്ങനെ ഓരോ സാധനങ്ങൾ കണ്ട് അതിലിങ്ങനെ അതിശയിച്ച് നോക്കി നിൽക്കണം. ആ സമയത്ത് പെട്ടെന്ന് ഒരു അനൗൺസ്മെൻറ്റ് ഞാൻ കേട്ട്. എൻ്റെ പേരാണ് പറഞ്ഞത്, ഗ്ലാഡിസ് എന്നാണ് പറഞ്ഞത്. നമ്മുടെ ക്രിസ്മസിൻ്റെ അന്ന് നമ്മുടെ ഇവിടെ അനൗൺസ്മെൻറ്റ് ഗ്ലാഡിസ് എന്ന് പറഞ്ഞ പോലെ അവിടെയും ഒരു ഗ്ലാഡിസ് കേട്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചേ എന്താണ് ഈ ഗ്ലാഡിസിൻ്റെ കാര്യം പറഞ്ഞാൽ.
അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഗ്ലാഡീസ് എന്നാണ് മമ്മിയുടെ പേര്. എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് കുട്ടീനെ കളക്ട് ചെയ്യുന്നതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കണത്. എൻ്റെ ദൈവമേ, അത് കേട്ടപ്പോഴാണ് കുട്ടി മിസ്സായിക്കണത് ഞങ്ങൾ അറിയുന്നത്. അങ്ങനെ ഓടിപ്പോയി അവനെ കൊണ്ടുവന്ന കഥ ഒരിക്കലും ഞങ്ങൾ മറക്കൂല. അപ്പോൾ ഇവിടെ ഫോറം മോളിൽ വന്നപ്പോഴും ഞാനത് അവനോട് പറഞ്ഞുകൊണ്ട് നിൽക്കണമായിരുന്നു കേട്ടോ. ഇപ്പോൾ കണ്ടത് മാക്സിൽ കയറിയിട്ട് ഈ ബാഗ് എടുക്കാൻ നിർബന്ധിക്കുന്നതാണ് കേട്ടോ. ആദ്യം കയറിയത് മാക്സാണ്. മാക്സ് കണ്ടത് ആ വേഗം ഇങ്ങനെ അതിനകത്തേക്ക് കയറി കേട്ടോ. ഞാൻ പറഞ്ഞു, എടാ ബാഗ് മേടിക്കാം, ഞാൻ വേറെ കുറച്ചൊക്കെ കടകളിലൊക്കെ കയറി നോക്കട്ടെ എന്നിട്ട് മേടിക്കാം. ഞാൻ അവിടെ നിന്ന് ഒഴിവായി പോകുന്നതാണ്, കാരണം എനിക്ക് മേടിക്കാനൊന്നും തോന്നണില്ല കേട്ടോ. ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഏതെടുക്കണമെന്നൊരു കൺഫ്യൂഷൻ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കെപ്പോഴും ഓൺലൈൻ എടുക്കുന്നതാണ് ഇഷ്ടം. അപ്പം മാക്സിൻ്റെ ആ ഒരു സൈറ്റ് നമുക്ക് ഓൺലൈനിലുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ സാധനങ്ങളെല്ലാം ഉണ്ട്. ഞാൻ അതിനകത്ത് ബാഗുകളെല്ലാം നോക്കി ഇവിടെ ഇല്ലാത്ത ബാഗുകൾ അതിനകത്തുണ്ട്. അത് നോക്കി എടുക്കണ്ട, ഇവിടെ നിന്ന് എടുക്കണ്ട, ചുമ്മാ ഞാനൊന്ന് കയ്യിലെടുത്ത് നോക്കിയതാണ്. കാരണം അപ്പോൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഫോട്ടോയിൽ കാണുന്നത് പോലെ നമ്മൾ നേരത്തെ എടുത്ത് നോക്കിയൊരു സാധനം ഫോട്ടോയിൽ കാണുമ്പോൾ ഇത് അന്ന് എടുത്ത് നോക്കിയാണ് അത് നല്ലതാണ്, ഈ ഒരു വലിപ്പമുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. അന്ന് വിചാരിച്ച് ഞാൻ എടുത്ത് നോക്കണം എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കൂല. എടുക്കെന്ന് പറഞ്ഞിട്ട് അവൻ ആ ബാഗ് വലിച്ചുകൊണ്ട് പോകണേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ ആദ്യം കയറുന്നത് മാക്സിലല്ലേ, അത് കഴിഞ്ഞൊന്ന് കറങ്ങി തിരിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് നോക്കിയിട്ട് വേറെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതും ഒക്കെ ഒന്ന് കമ്പയർ ചെയ്യണമല്ലോ, എന്നിട്ടൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പിടിച്ച് വലിച്ചിറക്കി കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ദേ ഇവിടെ വന്ന് നമ്മൾ ഈ ബിരിയാണി കഴിച്ച ഉടനെ പോന്നേക്കണല്ലേ, അതുകൊണ്ട് തന്നെയും നമുക്ക് ഒട്ടും തന്നെ വിശക്കണില്ല. അപ്പോൾ ഫുഡായിട്ടൊന്നും മേടിക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞു. എന്തെങ്കിലും മധുരം കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ബിരിയാണി കഴിച്ചുമ്പോഴത്തേക്കും പിന്നെ നമുക്കൊരു ഡിസേർട്ട് കഴിക്കാനല്ലേ സാധാരണ തോന്നുക എന്ന് പറഞ്ഞ പോലെയാണ് തോന്നിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിടാ എന്തെങ്കിലും സ്വീറ്റ് ആയിട്ടുള്ളത് കഴിക്കാം. സ്വീറ്റ് കഴിക്കണ്ടെന്ന് വിചാരിക്കും, പക്ഷേ ഞാൻ സ്വീറ്റ് തന്നെ കഴിക്കും. അങ്ങനെ ഒരുപാട് സ്വീറ്റാണ് ഇപ്രാവശ്യം കഴിച്ചത്. ക്രിസ്മസ് തുടങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് ഒരുപാട് മധുരമാണ് ഞാൻ കഴിച്ചേക്കണം. അപ്പോൾ ഇനി ഇതോടുകൂടി മധുരം നിർത്തി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കഴിക്കണത് കേട്ടോ. എങ്കിലും മധുരം കാണുമ്പോൾ കഴിച്ചു. അങ്ങനെ ഇതൊരു ഡെത്ത് ബൈ ചോക്ലേറ്റ് എന്ന് പറയില്ലേ, ആ ഒരു ഡിസേർട്ടാണ് ആദ്യം മേടിച്ചത്. അപ്പോൾ പിന്നെ പറഞ്ഞ് എനിക്ക് ഒരു ഫലൂദ കഴിക്കാനായിട്ടാണ് ശരിക്കും ഇഷ്ടം തോന്നിയത്. റയനൊന്നും ഫലൂദ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഈ ഡിസേർട്ട് മേടിച്ചത്. അപ്പോൾ എന്നാൽ പിന്നെ ഫലൂദ മേടിക്കാമെന്ന് പറഞ്ഞ് അവൻ ഓർഡർ ചെയ്തിട്ട് അത് സാധനം റെഡി ആയിട്ടുണ്ടെന്നുള്ള മെസ്സേജ് ബ്ലിങ്ക് ചെയ്തതാണ് കേട്ടോ അതിൽ. അപ്പോൾ അങ്ങനെ അത് കൊണ്ടുപോയി കൊടുത്തിട്ട് ഈ സാധനം നമ്മൾ ഓർഡർ ചെയ്തത് എടുത്തുകൊണ്ട് നമ്മൾ തന്നെ വരണം. അപ്പോൾ അതാണ് ഈ കണ്ടത്. റോജർ കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമുള്ള ഫലൂദ ഏതാണ്, അപ്പം ഞാൻ ഇന്നിപ്പോൾ വാനില തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ മാംഗോൻ്റെയാണ് സാധാരണ എടുക്കണമെങ്കിൽ മാംഗോൻ്റെ ഇഷ്ടം. അപ്പോൾ വാനിലയിൽ പൈനാപ്പിളൊക്കെയാണ് ഫ്രൂട്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റയന ഞാൻ വീഡിയോ എടുക്കണം കഴിയുമ്പോഴത്തേക്കും നേരെ നോക്കാതെ മുഖം മാറ്റി പിടിച്ചു തരാൻ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതിനകത്തേക്ക് നോക്ക് എന്ന് പറയുമ്പോൾ ഞാൻ മുകളിൽ നോക്കണമായിരുന്നു, ഞാനല്ലാതെ മുഖം മാറ്റി പിടിച്ചതല്ല എന്നൊക്കെ എന്നെ കളിയാക്കണേന് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിച്ച് മധുരം കഴിച്ച് ഒരു സന്തോഷം. പിന്നെ വേറൊന്നും കഴിക്കാൻ തോന്നിയില്ല. അപ്പോൾ റോജർ ഇവിടെ നിന്ന് പോയപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്താണ് ഇൻഫ്യൂസ്ഡ് ചിക്കനാണ്, അങ്ങനെ എന്തോ ഒരു ചിക്കനുണ്ട്. ചിക്കൻ്റെ അകത്തേക്ക് കുറേ മസാലകളൊക്കെ സിറിഞ്ച് വെച്ച് അടിച്ച് കയറ്റിയിട്ടൊക്കെ ചെയ്യുന്ന എന്തോ ഒരു ഡിഷാണ്. അങ്ങനെ ഇൻഫ്യൂസ്ഡ് ചിക്കൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം എന്നും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് എനിക്ക് കഴിക്കാനില്ല, ചിക്കനേ എനിക്കിഷ്ടമല്ല. ഇപ്പോൾ ബിരിയാണി കഴിച്ചു വന്നേക്കണോണ്ട് തന്നെ അത് കഴിച്ചാലും നമ്മൾക്കൊരു ടേസ്റ്റും നമുക്ക് ഒന്നും തോന്നില്ല. നമുക്ക് നല്ല വിശപ്പായിട്ടൊക്കെ ഇരിക്കുമ്പോഴും വേണ്ടിയിടാം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അയ്യോ ഞാനത് മമ്മിക്കിത് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് അത് ആണ് ഉദ്ദേശിച്ചിട്ടുണ്ടാകുന്നത്, ഇൻഫ്യൂസ്ഡ് ചിക്കൻ എന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞു വേണ്ട, ഒന്നാമത് ഇപ്പോൾ ഇത്രയും സമയമായി, 8 മണിയൊക്കെ അടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞേ ഇനിയിപ്പോൾ എങ്ങോട്ടും നീങ്ങണ്ട. ഇപ്പോൾ ഏതായാലും നമ്മൾ ഫോറം മോളിൽ കംപ്ലീറ്റ് കറങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും മണി 8 ആയിട്ടുണ്ട്. ഇനി ഡിക്കാത്തലോണിലേക്ക് പോകാനായിട്ടുള്ള സമയമില്ല, അതുകൊണ്ട് ഇനി അടുത്ത ദിവസം പോകാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ
കാരണം ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ സമയം പോകണത് അറിയില്ല. നമ്മളിങ്ങനെ കാഴ്ചകൾ കണ്ട് 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 ഇങ്ങനെ നടക്കും. നല്ല നല്ല ഭംഗിയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഞങ്ങളെല്ലാം ഇങ്ങനെ കയറി നോക്കി. അവസാനം ഒരു സാധനം മേടിക്കാതെ ആയപ്പോഴത്തേക്കും അവന് ദേഷ്യം വന്നു. അവൻ പറഞ്ഞു, മമ്മി ഇതെന്താണിത്, ഒന്നും മേടിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ട് എനിക്ക് മേടിക്കാനേ തോന്നില്ല. സാധാരണ നിങ്ങൾക്കറിയാലോ, ഞാൻ ലുലുമോളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാരിക്കൂട്ടിയേ തിരിച്ചെത്തുള്ളൂ. ഇതിപ്പോൾ എനിക്ക് ഒന്നും തന്നെ മേടിക്കാനൊന്നും തോന്നിയില്ല. അന്ന് ഇവർ മേടിക്കുന്ന എൻ്റെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തോ എനിക്ക് അങ്ങനെ മേടിക്കണം എന്ന് തോന്നിയ ഒരു പ്രൊഡക്റ്റുകളും ഞാൻ കണ്ടില്ല. അയ്യോ ഇത് കൊള്ളാം എന്ന്. കാരണം ഒത്തിരി സെലക്ഷൻ ഉണ്ട്. അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കിത് എല്ലാം കൂടി മേടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏതെടുക്കണം എന്നൊരു കൺഫ്യൂഷനും. അങ്ങനെ അവസാനം അവൻ ഗതി കേട്ടിട്ട് മമ്മി ഒന്നും എടുക്കണില്ല. അപ്പോൾ ഈ സോപ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഡിറ്റർജൻറ്റിൻ്റെ ലിക്വിഡിൻ്റെ വലിയ ഇതൊക്കെ ഒരുപാട് ചീപ്പായിട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ വീണ്ടും ചുമന്നിട്ട് പോകണ്ടേന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും, ഇതൊക്കെ നമുക്ക് നാട്ടിൽ നിന്ന് മേടിക്കണം, വേണ്ട, എന്തിനാണ് ഇതൊക്കെ ഇവിടുന്ന് ചുമന്നിട്ട് പോകുന്നത്, നമുക്ക് എല്ലാം കിട്ടുമല്ല, നമുക്ക് ഓൺലൈനിലും മേടിക്കാം, എല്ലാം ഭയങ്കര ചീപ്പായിട്ട് കിട്ടും, പിന്നെ ഇവിടെ നിന്നൊന്നും എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒഴിവായി. അങ്ങനെ ഞാൻ എല്ലാത്തിൽ നിന്ന് ഒഴിവായി വന്നിട്ട് ഈ 2 സാധനം ഞാൻ എടുക്കാൻ പോയേ. കാരണം ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിടാ, ഇത് ഹോട്ട് ഡോഗ് പല വെറൈറ്റി ഉണ്ടല്ലോ, അപ്പോൾ അത് അവരെടുപ്പിച്ചതില്ല. അവർ പറഞ്ഞാൽ അതൊന്നും കൊള്ളൂല മമ്മി, അതൊക്കെ വെറുതെ വലിപ്പത്തിൽ ഉണ്ടാക്കി വെച്ചേക്കണത്. അതിൻ്റെ അകത്ത് 2 സവാളയും തക്കാളി 2 കുഞ്ഞ് കഷ്ണം ചിക്കനാണ് വെച്ചേക്കണത്. അതൊന്നും എടുക്കണ്ട, ഇത്രയും വിലക്ക്, അധികം വിലയൊന്നും ഇല്ല, 95 എത്രയൊക്കെ ഉള്ള ഒരെണ്ണത്തിന്. പക്ഷേ അവർക്കത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവരും അത് എടുപ്പിച്ചില്ല. അന്ന് പിന്നെ ഇത്തിരി നട്ട്സ് മേടിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നട്ട്സിനൊക്കെ നമ്മളുടെ ഇവിടുത്തെ ഇത് നട്ട്സിൻ്റെ ഷോപ്പിലും വില കൂടുതലായിട്ട് അവിടെ ഇരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇതുമൊക്കെ ഇവിടെ വില കൂടുതലാടാ, നമുക്കിതിനേലും ചീപ്പായിട്ട് നല്ലത് തന്നെയാണ് നാട്ടിൽ കിട്ടുന്നത്, അവിടെ പോയി മേടിക്കാമെന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചില്ല, അത് അവിടെ ഇട്ടിട്ട് പോന്നു. പിന്നെ ഒരു ഷോപ്പിലേക്ക് അവൻ നിർബന്ധമായിട്ടും കയറ്റി. മിനിസോ എന്നും പറഞ്ഞിട്ട്, അല്ലേ മിനിസോ എന്നല്ലേ പേര്, ഞാൻ ശരിക്കും ഓർക്കുന്നില്ല, അവിടെ എഴുതി വെച്ചേക്കണിട്ടാണ് ആ ഒരു പേര് ഞാൻ ഓർത്തത്, മറന്നുപോയി. മിനിസോ എന്ന് പറഞ്ഞാൽ ആ ഒരു ഷോപ്പ് ബാംഗ്ലൂരൊക്കെ ഉണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നൊരു കടയാണ്. വളരെ യുണീക്ക് പീസസേ ഉണ്ടാകുള്ളൂ. അപ്പോൾ അത് ഭയങ്കര രസമാണ്. വില ഇത്തിരി കൂടുതലാണെങ്കിലും നല്ല ഭംഗിയുള്ള സാധനങ്ങൾ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളുള്ളൊരു ഷോപ്പാണ്. അവിടെ കയറാമെന്ന് പറഞ്ഞിട്ട് ആ മിനിസോയിൽ കയറിയിട്ട് അവൻ നിർബന്ധമായിട്ട് എന്നെ കൊണ്ട് ഓരോ സാധനങ്ങൾ എടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ സോക്സൊക്കെ ഉണ്ടെങ്കിലത്തേക്ക് അവൻ മമ്മി തനിക്ക് പറ്റിയ ഒരുപാട് സോക്സ് ഉണ്ട്, ഇതുപോലത്തെ സോക്സ് വേറെ ഒരു കടകളിലും കിട്ടൂല, നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിൻ്റൊക്കെ ഉണ്ട്, അത് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് 2 സോക്സ് ഞാൻ എടുത്ത്. 2 സോക്സിന് തന്നെ 270 രൂപ ഏതാണ്ട് ഉണ്ട് 2 സോക്സിന്. പിന്നെ ഇതുപോലത്തെ ക്യൂട്ട് സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഒന്നും ഞാൻ എടുത്തില്ല, കാരണം നമ്മളുടെ വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ മേടിച്ച് ഇങ്ങനെ ഇനി വെക്കാൻ സ്ഥലമില്ലാത്തൊരവസ്ഥയിൽ ഇനിയും മേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചില്ല. അങ്ങനെ നമ്മളിത് എസ്കലേറ്ററിലേക്ക് കയറി. അപ്പോൾ ഞാൻ വിചാരിച്ചത് എസ്കലേറ്ററാണെന്ന് വിചാരിച്ചു, അതായത് സ്റ്റെപ്പ് ഇങ്ങനെ മടങ്ങി സ്റ്റെപ്പായി വരൂലേ, പക്ഷേ അതൊരു ട്രാവലേറ്റർ ആയിരുന്നെന്ന് കാല് വെച്ച് കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലായത്. കാരണം അതൊരു മൂവിങ് വാക്ക് വേ ആണ്, അതിൽ ചുമ്മാ കയറി അവിടെ നിന്നാൽ മതി. ഞാൻ വിചാരിച്ചു ആ സ്റ്റെപ്പ് മടങ്ങുമല്ല, അപ്പം മടങ്ങിയുമില്ല, പെട്ടെന്ന് എന്തോ പോലെ തോന്നിയേട്ടാ. അതാണ് ആ സംഭവം. സാധാരണ എസ്കലേറ്ററിൽ ഞാനിപ്പോൾ കുഴപ്പമില്ലാതെ കയറും, നേരത്തേക്ക് ഭയങ്കര പേടിയായിരുന്നു, ഇപ്പോൾ കുട്ടികൾ കൊണ്ടുപോയി അതൊരു ശീലമായി. പക്ഷേ എത്ര കയറിയാലും എസ്കലേറ്ററിൽ പേടിയുള്ള ആളുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചുമ്മാ വാക്ക് വേ ആണ്, മൂവിങ് വാക്ക് വേ അല്ലെങ്കിൽ ട്രാവലേറ്റർ എന്നാണ് ഇതിനെ പറയണത്. നമ്മൾ സാധനങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ അതിൻ്റെ ട്രോളിയൊക്കെ വെച്ചിട്ട് പോകുന്ന ആ ഒരു സംഭവമില്ലേ, അതാണ്. അപ്പോൾ അതിലേക്ക് വെറുതെ കയറി നിന്നാൽ മതി, അത് ഫ്ലാറ്റായിട്ട് തന്നെ ഇരിക്കുക, നമ്മൾ വീഴൊന്നുമില്ല. പക്ഷേ ഞാൻ വിചാരിച്ചത് മടങ്ങുന്ന ഇതാണ്, എസ്കലേറ്ററാണെന്ന് വിചാരിച്ച്, അതാണ് ഞാൻ പേടിച്ചത് പെട്ടെന്ന്. അങ്ങനെ പിന്നെ ഏറ്റവും മുകളിൽ വന്നപ്പോൾ പിള്ളേരുടെ ഒരു സെക്ഷനാണ് ഫൺ സിറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നമ്മൾക്ക് എന്തെങ്കിലും ഒന്ന് ഗെയിം കളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് 1500 രൂപയുടെ ഒരു കാർഡ് എടുത്താലേ നമുക്ക് എന്തെങ്കിലും അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുട്ടികളുള്ളവർക്ക് 1500 രൂപയുടെ കാർഡ് എടുത്തു കഴിഞ്ഞാൽ അത് മുതലാക്കാൻ സാധിക്കും. നമുക്കതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ വിട്ടുപോകുന്നു. അപ്പോൾ അതേ തൊട്ടടുത്ത ആ മാക്സ് നമ്മൾ ആദ്യം കയറിയില്ലേ, അങ്ങോട്ടേക്ക് അവൻ വലിച്ച് കയറ്റണേണ്ട തന്നെ. മമ്മി ബാഗ് വേറൊരു സ്ഥലത്തു നിന്നും മേടിച്ചില്ല, ഇവിടെ നിന്ന് മേടിക്കാമെന്ന് പറഞ്ഞ് വീണ്ടും എന്നെ അങ്ങോട്ട് വലിച്ചതാണ് കണ്ടത്. അങ്ങനെ ഞാൻ അവനെ തിരിച്ച് വലിച്ചിട്ട് കൊണ്ടുവന്നാണ് ഞാൻ മേടിച്ചോളാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സോക്സും പെർഫ്യൂമാണ് ആകെ നമ്മൾ അവിടെ നിന്ന് മേടിച്ചത്. പെർഫ്യൂം മേടിച്ചതുപോലെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഈ 2 സാധനങ്ങൾ മാത്രം മേടിച്ചിട്ടാണ്. പിന്നെ ഇതാണ് രാത്രി ഫോർമാളിൻ്റെ അത് ലൈറ്റൊക്കെ കത്തുമ്പിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഫോർമാളിൽ നിന്ന് നേരെ മുന്നോട്ട് പോയി യൂട്ടേൺ എടുത്താണ് കേട്ടോ തിരിച്ചു പോകുന്നത് നമ്മുടെ വീട്ടിലേക്ക്. അതാണ് അത് വീണ്ടും ഫോർമാൾ കണ്ടത്.
പിന്നെ ഏതായാലും തണുപ്പൊക്കെ കഴിച്ച് വന്നുകൊണ്ട് ഒരു ചൂട് ചായ കുടിക്കാൻ തോന്നി. വേഗം വന്നിട്ട് ചായ ഇട്ട് പപ്പക്കും ഒക്കെ പപ്പക്ക് നേരത്തെ ചായ കൊടുത്തിട്ടാണ് പോയിട്ടുണ്ട്. അന്നെങ്കിലും വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ചായയൊക്കെ കുടിച്ച് തൊണ്ടയുടെ പ്രശ്നമൊക്കെ മാറ്റി. അപ്പോൾ ആകെപ്പാടി മേടിച്ച 2 സാധനമാണിത്. അപ്പോൾ ഈ പെർഫ്യൂം എനിക്ക് വേണ്ട, എന്തിനാണ് മേടിച്ചത്, നീ ബാംഗ്ലൂർ കൊണ്ടുപോയിക്കോ എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും അവൻ സമ്മതിക്കണില്ല. പെർഫ്യൂം മമ്മിക്ക് മേടിച്ചതാണ്, അത് മമ്മി യൂസ് ചെയ്യണം എന്ന് നിർബന്ധം. അങ്ങനെ പിന്നെ ഇത് 2 സാധനവും ഞാൻ എടുത്ത് ആ പെർഫ്യൂമൊക്കെ പൊട്ടിച്ചൊന്ന് അടിച്ച് നോക്കി. നല്ല സ്മെല്ലൊക്കെയാണ് കേട്ടോ. അപ്പോൾ സോക്സൊക്കെ ഒന്ന് ഇട്ട് നോക്കി. അവരുടെ സന്തോഷമല്ലേ നമ്മൾക്കൊരു സാധനം മേടിച്ച് തരുന്നത്. ഓക്കെ, അതൊക്കെ എടുത്ത് വെച്ച്. അപ്പോൾ ഇത്രയേ ഉണ്ടാകുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. താങ്ക്